ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാൻ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. നമ്മുടെ ഒരു സിമ്പിൾ ബീഫ് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ പല തവണ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ കൊക്കനട്ട് ഓയിൽ ഒഴിക്കുകയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ സവോള തക്കാളി, ഏറ്റവും ആദ്യം ഉലുവ പൊട്ടിച്ചു. അതിന് ശേഷം ഐറ്റംസ് പൊടികൾ എല്ലാം ഇട്ടു. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടു. അപ്പം പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോവാണ്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുപ്പിയിലേക്ക് മല്ലിപ്പൊടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എടുത്തതാണ്. അപ്പോൾ നല്ല ഈ ഒരു മല്ലിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മല്ലിപ്പൊടി മാത്രമല്ല, പൊടികൾ കംപ്ലീറ്റ് നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയിൽ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞളിൻ്റെ കട്ടയോ അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ ബീഫെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറ്റിച്ച ബീഫാണ്. അപ്പോൾ അത് തലേ ദിവസം ഫ്രീസറിൽ നിന്നെടുത്ത് താഴേക്ക് വെച്ചു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിന് അത് സെറ്റായി. അപ്പോൾ നമ്മുടെ സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ വക ഐറ്റംസ് എല്ലാം നന്നായിട്ട് വഴണ്ടു. അതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫെന്ന് പറയുമ്പോൾ വറ്റിച്ച് കൊണ്ടുവന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇനിയും വേവുണ്ട്. ഒരു 5-6 വിസിൽ കേൾപ്പിച്ചാലേ ഇത് കുക്കാവുള്ളൂ. അപ്പോൾ കറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ചായ വെക്കുകയാണ്. പിന്നെ ചൂടുവെള്ളം, പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആ ബീഫൊക്കെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തു. അതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ്സും കൂടെ ഇളക്കി വിട്ടതിന് ശേഷം കുക്കർ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിനി കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 5-6 വിസിൽ, അപ്പോൾ അത്രയും തന്നെ വേണം. പിന്നെ രാവിലെ ബീഫ് കറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് കറി, അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഇടിയപ്പവും അതുപോലെ തന്നെ ചായയും എല്ലാം സെറ്റാക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുറച്ച് കാര്യമായിട്ടുള്ള കുക്കിംഗ് തന്നെ ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറി വെക്കുക ബീഫ് കറി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ ഞാൻ ടൈം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കൊക്കെ നേരത്തെ പോകേണ്ട ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ കറിയൊക്കെ ഡിന്നറിന് പ്രിപ്പയർ ചെയ്ത് വെക്കും. അതേ സമയത്ത് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി എന്നുള്ള ദിവസങ്ങളിൽ ഞാൻ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ തന്നെ ആയിരിക്കും. അപ്പം ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റ് നമ്മൾ തലേ ദിവസം വെച്ച് വെക്കുന്ന ഐറ്റത്തിന് കിട്ടാറില്ല. അപ്പോൾ എന്താണേലും വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പർ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈയിടെ നമ്മൾ ബീഫ് കറി വെച്ചപ്പോൾ അത് നല്ല നൈസ് പത്തിരിയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ എന്നും നൈസ് പത്തിരി നമ്മൾ വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് എടുക്കാൻ പോകുന്നത്. ഇടിയപ്പവും ബീഫ് കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ചൂട് ചായയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനപ്പം വിസിലൊക്കെ കേട്ടു. നമുക്കൊരു 5-6 വിസിലൊക്കെ കേട്ടപ്പോഴത്തേനും കംപ്ലീറ്റ് ബീഫൊക്കെ വെൽ കുക്കായി. അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ച് നോക്കി, ടേസ്റ്റൊക്കെ നോക്കി, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാനിലേക്ക് മാറ്റി, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ച് നേരം വെച്ചു. അപ്പോൾ അതിന് ശേഷം കിച്ചണിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും അതുപോലെ തന്നെ ഇടിയപ്പവും. അപ്പോൾ പിന്നെ ചായ ഇക്കാക്കും ഒക്കെയുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ ഞാൻ കഴിക്കാനായിട്ട് ഇടിയപ്പവും ബീഫ് കറിയും എല്ലാം എടുക്കുകയാണ്. എല്ലാം നല്ല ഫ്രഷ്ലി പ്രിപ്പേർഡാണ്. നല്ല അടിപൊളി നല്ല ചൂട് ചായയും നല്ല ചൂട് ഇടിയപ്പവും നല്ല ചൂട് കറിയും ഭയങ്കര ടേസ്റ്റാണ്. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബീഫെന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട്, അപ്പം ഇനിയും നമുക്ക് കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ബീഫ് കറി വെക്കാനായിട്ട് കുറച്ചും കൂടി ഇരിപ്പുണ്ട്.
ആഗ്രഹമുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം പത്തിരിയൊക്കെ കൂട്ടി നന്നായിട്ട് നമ്മൾ ബീഫ് കറി കഴിച്ചു. അപ്പോൾ പത്തിരി കൂട്ടിയിട്ടുള്ള ആ ഒരു കോംബോ നമുക്ക് നമുക്ക് ഓക്കെയാണ്. പിന്നെ ഇനിയിപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ നാട്ടിലെ ബീഫ് ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. പിന്നെ നമുക്ക് പഴംപൊരിയുടെ കൂടെ എനിക്ക് ഈ ഒരു ബീഫ് ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചോറിന് നമ്മൾ ഈ സെയിം ബീഫ് കറി ചോറിന് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം നല്ല അടിപൊളി ഇടിയപ്പവും അതുപോലെ തന്നെ ബീഫ് കറിയും. അപ്പം നല്ല ടേസ്റ്റ്. ഒരു ഗ്രേവി എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്സ് പാനിലിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു പരുവമുണ്ട്. നമുക്ക് ഒരുപാട് ലൂസും ആവരുത്, ഒരു തിക്കും ആവരുത്, ഒരു സെമി ഗ്രേവി നമുക്ക് ഒരു കണക്കുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ഫോം ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു, പാനിലിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് ഗ്രേവി കുറുക്കിയെടുക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് പഴംപൊരിക്ക് സൂപ്പർ കോമ്പിനേഷനായിരുന്നു എനിക്ക് കഴിച്ചപ്പം മനസ്സിലായി. അപ്പോൾ പത്തിരിക്ക് കഴിച്ചതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ കോമ്പിനേഷനായിരുന്നു. ഇടിയപ്പത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ നല്ല അടിച്ച പൊറോട്ട കിട്ടും. അപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്ന ആ പൊറോട്ടയ്ക്ക് അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും ബീഫിനൊന്നും ഇത്രയും ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആ ഒരു ബീഫായിരിക്കുമല്ലോ, ഇവിടെ നിന്നുള്ള ബീഫായിരിക്കുമല്ലോ ഇവിടെ കറി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ നാട്ടിലെ നാടൻ ബീഫും കൂട്ടിയിട്ട് അടിച്ച പൊറോട്ട കഴിക്കണം, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ല ആസ്വദിച്ച്, ഞാനിന്ന് ഓവറായിട്ട് എരിവൊന്നും ഇട്ടില്ല. കാര്യം ഓവർ എരിവ് ആവശ്യത്തിനുള്ള എരിവേ ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോഴത്തേനും ഗ്രീൻ ചില്ലിയുടെ ഒരു എണ്ണവും കൂടുതലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ചില്ലി പൗഡർ ഇട്ടായിരുന്നു. ഭയങ്കര സ്പൈസി ആയിരുന്നു. മസാലയ്ക്കൊക്കെ കൂട്ടിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു നോർമൽ എരിവാണ് ഇട്ടത്. അപ്പോൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ കഴിച്ചു. അതിനുശേഷം ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് സ്പെഷ്യലാണ്. എനിക്ക് ഇന്ന് ലഞ്ചായിട്ട് ചോറോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. പിന്നെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോഴത്തേനും വീണ്ടും ആ ബീഫ് കറിയും കൂട്ടി വീണ്ടും കഴിച്ചില്ല ഞാനപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഇടയ്ക്ക് ഈ ചാട്ട് ഐറ്റംസ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ട് നമ്മുടെ ദഹി വട, അതുപോലെ തന്നെ പാനിപൂരി, പിന്നെ അങ്ങനെ ഓരോരോ ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇത് പാവ് ബജി. അപ്പോൾ എനിക്ക് വടാപ്പാവ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹിവട ഇഷ്ടമാണ്. അതുപോലെ തന്നെ പാനിപൂരി ഒക്കെ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പാവ് ബജിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 വളരെ ബട്ടറിലൊക്കെ സോട്ട് ചെയ്തെടുത്ത 2 അടിപൊളി ബണ്ണും, പിന്നെ ആ ഒരു മസാലയും, അതിൻ്റെ കൂടെ ഒരു പീസ് ലെമണും, കുറച്ച് ഓണിയൻ അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് അത്യാവശ്യം നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. കാരണം അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഞാൻ അത് ഓരോ പീസ് മുറിച്ചെടുത്തിട്ട് ഓരോന്ന് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എനിക്കെന്തോ ഇന്ന് കഴിക്കാൻ തോന്നി. അപ്പോൾ ആദ്യം വിചാരിച്ചു പാനിപൂരി കഴിച്ചാലോ എന്ന് വിചാരിച്ചു. വേണ്ട, കാരണം പാനിപൂരി എന്ന് പറയുന്നത് വേറെ ദിവസം കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടി ഒരു ദിവസം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓവറായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം 2 വേഫർ സ്റ്റിക്ക് എടുത്തു. അപ്പോൾ മക്കൾക്കും ഇത് ഫേവറേറ്റ് ആണ്. അപ്പോൾ മക്കൾക്കും അത് കൊടുത്തു. പിന്നെ നമ്മൾ ആ പാവ് ബജി വാങ്ങിച്ച ടൈമിൽ തന്നെ ഒരു 2-3 പച്ചമാങ്ങ ഉപ്പിലിട്ടതും കൂടി ഞാൻ വാങ്ങിച്ചിരുന്നു. ഇവിടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ എല്ലാ ഐറ്റംസും അവർ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പിലിട്ട എന്തെങ്കിലുമൊക്കെ ഐറ്റംസും ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും മെയിനായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുമ്പോഴത്തേനും അത് ബാലൻസിന് അത് അങ്ങനെ അങ്ങനെ വെച്ചേക്കാൻ പറയും, സാൾട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈവനിങ്ങിന് സ്നാക്കായിട്ട് നമ്മൾ എടുത്തിരുന്നത് കോളിഫ്ലവർ ബജ്ജിയാണ്. ഇത് വീട്ടിൽ തന്നെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്ത കോളിഫ്ലവർ ബജ്ജിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പം പുറമേ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയും ഉള്ളിൽ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല
അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവേഴ്സ്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോളിഫ്ലവർ പൊരിച്ചു. അപ്പം ഒരു വലിയ കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹാഫ് എടുത്തു. ഇപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചിരുന്നപ്പോഴത്തേനും ഞാൻ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തതാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ചില്ലി മുളക് ബജ്ജി പൊരിച്ചിരുന്നു. പിന്നെ കോളിഫ്ലവർ ബജ്ജി പൊരിച്ചിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ബജ്ജീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, വാഴയ്ക്ക, അപ്പം വാഴയ്ക്ക ബജ്ജി പൊരിക്കണം എന്നുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം ഇതെന്ന് പറയുന്നത് നമ്മുടെ പൊരിമിച്ചർ, വളരെ സ്പൈസി ആയിട്ട് വളരെ ടേസ്റ്റി ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല എരിവുണ്ട് കേട്ടോ, നല്ല എരിവായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം കുറച്ച് കഴിച്ചു. അപ്പോൾ ഡിന്നറായി. അപ്പോൾ ഡിന്നറിന് ഞാൻ എടുക്കുന്നത് നല്ല ചൂട് പുട്ട്. അപ്പോൾ ചൂട് പുട്ട് നല്ല തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ചൂട് പുട്ടും, അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കറിയായിട്ട് ബീഫ് കറിയാണ്. അപ്പം ഞാൻ 3 നേരവും ഈ ബീഫ് കറി തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഉച്ചയ്ക്ക് അച്ചാട്ടായിട്ട് നമ്മുടെ പാവ് ബജി കഴിച്ചത്. അപ്പോൾ രാത്രി ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു രാത്രിയും ബീഫ് കറി തന്നെ എടുത്തേക്കാമെന്ന്. അപ്പോൾ സാറായിക്ക് മോൾക്ക് ഉച്ചയ്ക്ക് ചോറും ബീഫ് കറിയുമാണ് കൊടുത്തത്. അപ്പോൾ ബീഫ് കറി രാവിലെ കുറച്ച് കൂടുതൽ വെച്ചായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിലത്തേന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ആ ബീഫിൻ്റെ ചൂടാറിയ ഉടനെ തന്നെ ഒരു ചെറിയ പോർഷൻ എടുത്ത് ഞാൻ ഒരു ബൗളിലാക്കി മാറ്റി വെച്ചു നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ. അപ്പോൾ ഇന്നത്തേക്കുള്ളതാണ് ഞാൻ പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാനിൽ കണ്ടത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് നല്ല സോഫ്റ്റ് പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയും. അപ്പോൾ പുട്ടും ബീഫും എന്ന് പറയുന്നത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പുട്ടിനെന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് തേങ്ങയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പുട്ട് കറി കൂട്ടിയാണേലും പഴം കൂട്ടിയാണേലും കഴിക്കുന്നത്. അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എൻ്റെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള എൻ്റെ ഹോംലി മീൽസ്. അപ്പോൾ വീക്ക് ഡേയ്സ് ആകുമ്പോഴത്തേനും ഷുവറായിട്ടും കൂടുതലും ഹോംലി മീൽസ് തന്നെ ആയിരിക്കും. അപ്പോൾ വീക്കെൻഡ്സിൽ ഇപ്പം ഫ്രൈഡേയ്സിലോ അതുപോലെ തന്നെ സാറ്റർഡേയ്സിലോ ഒക്കെയാണ് നമ്മൾ പുറത്ത് പോയിട്ടുള്ള കഴിക്കലും കുടിക്കലും പുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.